ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ നീ അവളെ പ്രേമിച്ചത് ഓക്കെ, പക്ഷെ അവൾ എന്ത് കണ്ടിട്ടാടാ നിന്നെ പ്രേമിച്ചത്? നീ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന്. ഈ വീട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയാ? ഇവനൊരു ഇത്തിരി കള്ളത്തരമുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്ര എനിക്ക് പറയാം. അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും, ഇപ്പൊ ഇൻസ്റ്റാ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. കേൾക്കാൻ നല്ല രസം. സേനടേ താഴെ വിട്ട് തുണി വാങ്ങടേ. എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റ? ഞങ്ങൾ തമ്മിൽ എന്തിട്ടാലും മില്യൺ. അതുകൊണ്ട് ഇപ്പൊ മില്യൺ കപ്പളെന്ന ഒരു അവാർഡ് കിട്ടിയത്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറയാൻ ഞാൻ. അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ നടന്നു തന്നെ. പ്രണയം തോന്നിയ ആ ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ, നേരത്തെ പറഞ്ഞ പെട്ടെന്നൊന്നും തോന്നില്ല, അതെ, പക്ഷെ തോന്നുന്ന ആ ഒരു മൊമെന്റ് അതേത്? പറഞ്ഞോളൂ. അതൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. കാര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെ പിടിച്ചിരുത്തി ഫേസ് ടു ഫേസ് കണ്ണി നോക്കി സംസാരിക്കും. അപ്പൊ അങ്ങനെ ഡൗട്ട് ആയിക്കട്ടെ. ഒന്ന് രണ്ടോ മൂന്നോ ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുന്നു. മരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറകെ വരച്ചാ മതിയാ. പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇത് എത്ര നാള് പോകും? മുതലെടുക്കണേ സജി. നിങ്ങൾ കണ്ടുപോയിക്കോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഇത്രയുള്ളൂ, ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, ഹോട്ടലിൽ ലാറ്ററി അടിച്ചെന്നൊക്കെ. ഇതത് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு.